എല്ലാവർക്കും Ms.Scientiaയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ്, കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. അതായത് നമ്മളിന്ന് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം മുതൽ പഠിക്കാനുള്ളത് മൈക്രോസ്കോപ്പിനെ കുറിച്ചിട്ടാണ്. എന്താണ് മൈക്രോസ്കോപ്പ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ 7th കണ്ടിട്ടുണ്ടാവും മൈക്രോസ്കോപ്പ് അല്ലേ? കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്? ചെറിയ സാധനങ്ങൾ, ചെറിയ ഒബ്ജക്ട്സിനെ വലുതായി നല്ല ക്ലാരിറ്റിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. പല ടൈപ്പ് മൈക്രോസ്കോപ്പ് ഉണ്ട്, പക്ഷെ നിങ്ങൾ ഈ പിക്ചറിൽ കണ്ടില്ലേ, ഈ ഒരു ടൈപ്പ് ആയിരിക്കും നമ്മൾ സ്കൂൾസിലൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ടൈപ്പ് മൈക്രോസ്കോപ്പിന്റെ പേരാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. എന്തുകൊണ്ടായിരിക്കും ഇതിനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്? കാരണമൊന്നുമില്ല. ഈ മൈക്രോസ്കോപ്പിൽ ഒന്നിൽ കൂടുതൽ ലെൻസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്സ് എന്ന് പറയുന്നത്. സോ മൈക്രോസ്കോപ്സ് ഇൻ വിച്ച് മോർ ദാൻ വൺ ലെൻസ് ഈസ് യൂസ്ഡ് ആർ കോൾഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ക്ലിയർ ആയില്ലേ? ഇനി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. ഈ ഓരോ പാർട്ടിനും സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പാർട്ടാണ് ഐ പീസ്, 2 നോബ്, 3 ഒബ്ജക്റ്റീവ് ലെൻസ്, 4 സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, അടുത്തത് കണ്ടൻസർ, ദെൻ മിറർ. ഇനി എന്താണ് ഈ ഓരോ പാർട്ടിൻ്റെയും ഫങ്ഷൻ നോക്കാം. ഐ പീസ് എന്തിനു വേണ്ടിയിട്ടാണ് ഐ പീസ്? ഐ പീസ് എന്ന് പറയുന്നത് ഒരു ലെൻസാണ്. നമ്മൾ മൈക്രോസ്കോപ്പിൽ ഒബ്ജക്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒബ്ജക്റ്റിനെ നമ്മൾ കാണുന്നത്, നമ്മൾ നോക്കുന്നത് ഈ ഐ പീസ് വെച്ചിട്ടാണ്. ഇറ്റ്സ് ഫൗണ്ട് അറ്റ് ദ ടോപ്പ്, യൂസ്ഡ് ടു ലുക്ക് ത്രൂ ദ മൈക്രോസ്കോപ്പ്. അടുത്ത ഭാഗമാണ് നോബ്. നോബ് നമ്മൾ പിക്ചർ കണ്ടപ്പോൾ കണ്ടില്ലേ, 2 സൈഡിലായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നോബ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? മൈക്രോസ്കോപ്പിനെ ഫോക്കസ് ചെയ്യുന്നത് ഈ നോബ് വെച്ചിട്ടാണ്. സോ നോബ് ഈസ് യൂസ്ഡ് ടു ഫോക്കസ് ദ മൈക്രോസ്കോപ്പ്. അടുത്ത ഭാഗമാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസ് ഒരു മൈക്രോസ്കോപ്പിൻ്റെ പ്രൈമറി ലെൻസാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. So, objective lens are the primary optical lenses on a microscope. അടുത്തത് സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്. സ്റ്റേജ് ആൻഡ് ക്ലിപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റേജിലാണ് ഇതൊരു പ്ലാറ്റ്ഫോമാണ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിലാണ് നമ്മൾ സ്പെസിമെൻ വെക്കുന്നത്. അപ്പോൾ സ്പെസിമെൻ വെക്കുമ്പം അത് അനങ്ങരുതല്ലേ, അനങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിപ്പ് വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്ത് നിർത്തും. ഓക്കെ. ദ പ്ലാറ്റ്ഫോം where the specimen to be viewed is placed. Stage clips hold the slides in place. അടുത്തത് കണ്ടൻസർ. കണ്ടൻസർ എന്താ ചെയ്യുന്നത്? ലൈറ്റിനെ കളക്ട് ചെയ്ത് അത് സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടൻസർ ചെയ്യുന്നത്. കളക്ട് ആൻഡ് ഫോക്കസ് ദ ലൈറ്റ് ഫ്രം ദ ഇലുമിനേറ്റർ ഓൺ ദ സ്പെസിമെൻ ഓർ ഓൺ ടു ദ സ്പെസിമെൻ. അതായത് സ്റ്റേജിന് തൊട്ട് താഴെയായിട്ടാണ് കണ്ടൻസർ കാണുന്നത്. ഇലുമിനേറ്ററിൽ നിന്ന് ലൈറ്റിനെ നേരെ സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് ഈ കണ്ടൻസറാണ്. അടുത്തത് മിറർ. നമ്മൾ പിക്ചർ കണ്ടപ്പോൾ കണ്ടില്ലേ, അടിയിലായിട്ട് ഒരു മിറർ വെച്ചിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ. മിറർ എന്താണ് ചെയ്യുന്നത്? നാച്ചുറൽ ലൈറ്റിന്, അതായത് ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റിനെ കളക്ട് ചെയ്തിട്ട് കണ്ടൻസറിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ മിറർ ഈസ് യൂസ്ഡ് ടു ഡയറക്റ്റ് ദ ലൈറ്റ് ഫ്രം ദ ലൈറ്റ് സോഴ്സ് ടു ദ മൈക്രോസ്കോപ്പിക് ഫീൽഡിലേക്ക് ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റിനെ കളക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മിററിൻ്റെ ജോലി. ഇത്രയുമാണ് മൈക്രോസ്കോപ്പിൻ്റെ പാർട്സും അതിൻ്റെ ഫങ്ഷനും. അറേഞ്ച്മെൻറ്റ് ഓഫ് ലൈറ്റ് ഇൻ എ മൈക്രോസ്കോപ്പ്. ഒരു മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ് ആ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് നടക്കുന്നത്? ആരൊക്കെയാണ് ലൈറ്റിനെ കളക്ട് ചെയ്യുന്നത്? ആരൊക്കെയാണ് ലൈറ്റിനെ ഫോക്കസ് ചെയ്യുന്നത്? സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? ഏതൊക്കെ പാർട്ടാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്? ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. In the microscope, the part fixed below the stage is to reflect light on the material to be observed. അതായത് മൈക്രോസ്കോപ്പിൻ്റെ പാർട്ട് പഠിച്ചപ്പോൾ നമ്മൾ സ്റ്റേജ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ സ്റ്റേജിന് അടിയിലായിട്ട് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ഈ ഭാഗങ്ങളാണ് ലൈറ്റിനെ കളക്ട് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. This arrangement, which is fixed in a metal ring, has 2 planes. A plane mirror to reflect sunlight and a concave mirror to reflect artificial light. അതായത് നമ്മൾ മൈക്രോസ്കോപ്പ് പഠിച്ചപ്പം അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് മിറർ ഉണ്ടെന്ന് പഠിച്ചില്ലേ? ആ മിററിന് 2 പ്ലെയിൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് പ്ലെയിൻ മിറർ ആയിരിക്കും. ഈ പ്ലെയിൻ മിറർ നമ്മുടെ നാച്ചുറൽ ലൈറ്റിനെ, സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ അടുത്ത സൈഡിലുള്ളത് ഒരു കോൺകേവ് മിററാണ്, കോൺകേവ് പ്ലെയിൻ ആണ്. ഈ കോൺകേവ് പ്ലെയിൻ എന്താ ചെയ്യുന്നത്?
ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ദ ലെൻസ് ഇൻ ദ കണ്ടൻസർ that is fixed on the lower side of the stage focuses light on the material to be observed. സോ ലൈറ്റിനെ ഫോക്കസ് ചെയ്യുന്നത് ആരാണ്? ഇങ്ങനെ മിററിൽ നിന്ന് വരുന്ന ലൈറ്റിനെ ഫോക്കസ് ചെയ്ത് സ്പെസിമെന് കൊടുക്കുന്നത് കണ്ടൻസറാണ്. കണ്ടൻസറിനുള്ളിൽ ഇതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ലെൻസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡയഫ്രം എ പാർട്ട് ഓഫ് ദ കണ്ടൻസർ ഹെൽപ്പ് ടു റെഗുലേറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ലൈറ്റിന് ആ സ്പെസിമെനിലേക്ക് കൊടുക്കുന്നത് ഡയഫ്രം എന്ന് പറയുന്നത് കണ്ടൻസറിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു പാർട്ടാണ്. സോ ഈ ഡയഫ്രം ആണ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് മൈക്രോസ്കോപ്പിൽ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് നടത്തുന്നത്. അപ്പം ഏതൊക്കെ ഭാഗങ്ങളാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഡയഫ്രം അതുപോലെ തന്നെ കണ്ടൻസർ, ദെൻ മിറർ. ഡിസ്കവറിങ് ദ സെൽ. എന്താണ് ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു കോശം എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽസ് ആർ ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഫോർ ഓൾ ഓർഗാനിസംസ്. അതായത് എല്ലാ ഓർഗാനിസംസിൻ്റെയും ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് സെൽസ് കൊണ്ടാണ്. അല്ലെ ഇതിന് വേണമെങ്കിൽ നമുക്ക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയാം. ആരാണ് ആദ്യമായിട്ട് സെൽ കണ്ടെത്തിയത്? റോബർട്ട് ഹുക്ക് എന്ന പേരായ ഒരു സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് സെൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. അദ്ദേഹം കോർക്കിൻ്റെ ഒരു സെക്ഷൻ എടുത്ത് സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തപ്പം എന്താ കണ്ടത്? ഒരുപാട് ചെറിയ ചേമ്പേഴ്സ് ഉള്ളതായിട്ട് കണ്ടു. ഈ ചേമ്പേഴ്സിനെയാണ് അദ്ദേഹം സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഒബ്സർവ് ചെയ്ത സെൽസിൻ്റെ ഒരു ഫോട്ടോ ഈ സ്ലൈഡിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? സോ റോബർട്ട് ഹുക്ക് വാസ് ദ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ഹു ഒബ്സർവ്ഡ് സെൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിമ്പിൾ മൈക്രോസ്കോപ്പ്. He observed the section of cork through a microscope and called the tiny chambers seen in the section cell. അടുത്തത് എന്താണ് സെൽ ബയോളജി? ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് സ്റ്റഡീസ് ദ സ്ട്രക്ചറൽ, ഫങ്ഷണൽ ആൻഡ് ബിഹേവിയർ ഓഫ് സെൽസ്. അതായത് സെൽ ബയോളജി എന്ന് പറയുന്നത് ബയോളജീൻ്റെ ഒരു പാർട്ടാണ്, ഒരു ബ്രാഞ്ചാണ്. ഇതിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? സെല്ലിൻ്റെ സ്ട്രക്ചർ, ഫുൾ സെല്ലിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻ, അതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ബയോളജീൻ്റെ ഒരു ബ്രാഞ്ചാണ് സെൽ ബയോളജി എന്ന് പറയുന്നത്. മൈൽ സ്റ്റോൺസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി. സെൽ ബയോളജി എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, സെല്ലിനെ കുറിച്ച് പഠിക്കുന്ന ബയോളജീൻ്റെ ഒരു ബ്രാഞ്ചാണ് സെൽ ബയോളജി. ഈ സെൽ ബയോളജിയിൽ നാഴികക്കല്ലായി മാറിയ ചില കണ്ടുപിടുത്തങ്ങളുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യത്തേത്, റോബർട്ട് ബ്രൗൺ ഡിസ്കവേർഡ് ദ സെൻറ്റർ ഓഫ് ദ സെൽ ആൻഡ് നെയിംഡ് ഇറ്റ് ദ ന്യൂക്ലിയസ്. അതായത് 1831 റോബർട്ട് ബ്രൗൺ അദ്ദേഹമാണ് കണ്ടുപിടിച്ചത് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലിൻ്റെ സെൻറ്റർ പാർട്ടാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അടുത്തത്, M.J. സ്ലീഡൻ ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ബോഡി ഓഫ് എ പ്ലാന്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. 1838 M.J. സ്ലീഡൻ പറഞ്ഞു പ്ലാന്റ്സിൻ്റെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്, പ്ലാന്റ്സിൻ്റെ ബോഡി നിർമ്മിച്ചിട്ടുള്ളത് സെൽസ് കൊണ്ടാണ്. അടുത്തത്, തിയോഡർ ഷ്വാൻ ഫൗണ്ട് ഔട്ട് ദ ബോഡി ഓഫ് ആൻ ആനിമൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. 1839 ഷ്വാൻ കണ്ടുപിടിച്ചു പ്ലാന്റ്സിനെ പോലെ തന്നെ ആനിമൽസിൻ്റെ ബോഡിയും നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് സെൽസ് കൊണ്ടാണ്. അടുത്തത്, റുഡോൾഫ് വെർച്യു ഒബ്സർവ് ഡിവൈഡിംഗ് സെൽസ് ആൻഡ് ഇൻഫേർഡ് ദാറ്റ് ന്യൂ സെൽസ് അറൈസ് ഓൺലി ഫ്രം എക്സിസ്റ്റിംഗ് സെൽസ്. ഓക്കെ, 1858 റുഡോൾഫ് വെർച്യു എന്താണ് കണ്ടുപിടിച്ചത്? ഡിവൈഡിംഗ് സെൽസിനെ അദ്ദേഹം ഒബ്സർവ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പുതിയ സെൽസ് ഉണ്ടാവുന്നത് എപ്പോഴും പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണ്. അതായത് പ്രീ എക്സിസ്റ്റിംഗ് സെൽസിന് ഡിവിഷൻ നടന്നിട്ടാണ് പുതിയ സെൽസ് ഉണ്ടാവുന്നത്. ഇത്രയും കണ്ടുപിടുത്തങ്ങളാണ് നമുക്ക് മൈൽ സ്റ്റോൺസ് എന്ന് പറയാൻ പറ്റുന്ന കണ്ടുപിടുത്തങ്ങൾ. ക്ലിയർ? നെക്സ്റ്റ് ഈസ് സെൽ തിയറി. The cell theory was formulated by M.J. Schleiden and Theodor Schwann, summarizing the findings of various scientists. So, cell theory formulate ചെയ്തിരിക്കുന്നത് രണ്ട് പേര് ചേർന്നിട്ടാണ്, M.J. Schleiden and Theodor Schwann. ഇവരെന്താ ചെയ്തിട്ടുള്ളത്? അതുവരെ കണ്ടെത്തിയ നിഗമനങ്ങളൊക്കെ കൂടെ ചേർത്ത് ഒരു സമ്മറി പോലെയാണ്, അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു സമ്മറി ആയിട്ടാണ് ഈ സെൽ തിയറി പറഞ്ഞിട്ടുള്ളത്. ഈ സെൽ തിയറീൻ്റെ രണ്ട് മെയിൻ കോൺസെപ്റ്റ്സ് ആണ്. ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസംസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. എന്താണ്? എല്ലാ ഓർഗാനിസംസിൻ്റെയും ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്, ബോഡി നിർമ്മിച്ചിട്ടുള്ളത്
സെൽസ് കൊണ്ടാണ്. സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസംസ്. സെൽസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ഓർഗാനിസം. സോ ബേസിക് യൂണിറ്റ്സ് എന്ന് പറയുന്നത് സെൽസ് ആണ്. ഇത്രയാണ് സെൽ തിയറി പറഞ്ഞിട്ടുള്ളത്. ഫങ്ഷൻസ് ഓഫ് സെൽസ്. സെൽസിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്. അതായത് ഫോറിൻ പാർട്ടിക്കിളിനെ റെസിസ്റ്റ് ചെയ്യുക. ഫോറിൻ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിലല്ലാതെ പുറത്തുനിന്ന് വരുന്ന ഏതൊരു പാർട്ടിക്കിളിനെയും നമുക്ക് ഫോറിൻ പാർട്ടിക്കിൾ എന്ന് പറയാൻ പറ്റും. സോ സെൽസ് ഈ ഫോറിൻ പാർട്ടിക്കിളിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസിനുള്ളിൽ നിന്ന് എനർജിനെ റിലീസ് ചെയ്യുക. മൂന്നാമത്തെ ഫംഗ്ഷൻ സിന്തസൈസ് ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻസ് ഒക്കെ ബയോമോളിക്യൂൾസിൽ വരുന്നതാണ്. ഇത്തരത്തിലുള്ള ബയോമോളിക്യൂൾസിനെ സിന്തസൈസ് ചെയ്യുക, ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം കൂടെ സെൽസ് ചെയ്യുന്നുണ്ട്. സോ സെല്ലിൻ്റെ മെയിനായിട്ടുള്ള 3 ഫംഗ്ഷനാണ് ഏതൊക്കെ? റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്, റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ് ആൻഡ് സിന്തസൈസ് ബയോമോളിക്യൂൾസ്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഒരു പ്ലാന്റ് സെല്ലാണ്. അതായത് ഒരു പ്ലാന്റ് സെല്ലിൻ്റെ ചിത്രമാണത്. ഈ പ്ലാന്റ് സെല്ലിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കാണാൻ പറ്റുന്നത്? ഒരു പ്ലാന്റ് സെല്ലിന് ചുറ്റുമായിട്ട് ഒരു റിജിഡ് സെൽ വാൾ ഉണ്ടല്ലേ. ഈ സെൽ വാളിനുള്ളിലായിട്ടൊരു സെൽ മെംബ്രെയിൻ ഉണ്ട്, സെൻട്രലായിട്ടൊരു ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ ഒരുപാട് സെൽ ഓർഗനൽസ് ഉണ്ട്. ഏതൊക്കെയാണ് സെൽ ഓർഗനൽസ്? റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ക്ലോറോപ്ലാസ്റ്റ്, മൈറ്റോകോൺട്രിയ, വാക്യൂൾ, ഗോൾജി കോംപ്ലക്സ്, ഇതൊക്കെയാണ് സെൽ ഓർഗനൽസ്. ഈ സെൽ ഓർഗനൽസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണപ്പെടുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. ഓക്കെ, ഇനി ഈ ഓരോ സെൽ ഓർഗനൽസിനെയും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ പാർട്ടാണ് മൈറ്റോകോൺട്രിയ. പവർ ഹൗസ് ഓഫ് ദ സെൽ ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി. അതായത് മൈറ്റോകോൺട്രിയ അറിയപ്പെടുന്നത് പവർ ഹൗസ് എന്നാണ്. സെല്ലിൻ്റെ പവർ ഹൗസ് എന്നാണ് മൈറ്റോകോൺട്രിയ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടായിരിക്കും? മൈറ്റോകോൺട്രിയയിലാണ് എനർജീൻ്റെ പ്രൊഡക്ഷനും സ്റ്റോറേജും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയനെ പവർ ഹൗസ് ഓഫ് എ സെൽ എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയ ഈസ് abundantly seen in cells of liver, brain and muscles where energy requirement is high. എനർജി റിക്വയർമെൻറ്റ് ഹൈ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് മൈറ്റോകോൺട്രിയയുടെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് ഉണ്ടാവുക. ഇതാണ് മൈറ്റോകോൺട്രിയ. ദെൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ദ പാസേജ് ഇൻ ദ സെൽ, കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ഇൻസൈഡ് ദ സെൽ ടേക്സ് പ്ലേസ് ത്രൂ ദിസ് ഓർഗനൽ. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് കണ്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് സെല്ലിനുള്ളിലെ മെറ്റീരിയൽസിൻ്റെ കണ്ടക്ഷൻ നടക്കുന്നത്, ട്രാൻസ്പോർട്ട് നടക്കുന്നത് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വഴിയാണ്. ഓൾസോ നോൺ ആസ് സൈറ്റോസ്കെൽട്ടൺ ആസ് ഇറ്റ് പ്രൊവൈഡ് ഫേംനെസ് ആൻഡ് ഷേപ്പ് ടു ദ സെൽ. അതായത് ഇതിന് നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് നമ്മൾ സൈറ്റോസ്കെൽട്ടൺ എന്നും കൂടെ പറയും. എന്തുകൊണ്ടാണ്? സെല്ലിന് ആ ഷേപ്പും അതുപോലെ ആ ഫേംനെസ്സും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. മൂന്നാമത്തത് റൈബോസോം. എന്താണ് റൈബോസോം? സെൻറ്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഇൻ ദ സെൽ. അതായത് സെല്ലിലെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് ഈ റൈബോസോമിലാണ്. അതായത് പ്രോട്ടീൻ്റെ നിർമ്മാണം നടക്കുന്നത് റൈബോസോമിൽ വെച്ചിട്ടാണ്. സീൻ ഐദർ അറ്റാച്ച്ഡ് ടു ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓർ ഫ്രീ ഇൻ ദ സൈറ്റോപ്ലാസം. ഒന്നെങ്കിൽ ഈ റൈബോസോംസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലല്ലേ, ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് മേലെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും കാണാം, അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിന് ഫ്രീ ആയിട്ടും റൈബോസോംസ് കാണുന്നുണ്ട്. പ്ലാന്റ് സെല്ലിൽ കാണുന്ന അടുത്തൊരു സെൽ ഓർഗനലാണ് വാക്യൂൾ. വാക്യൂൾ ഈസ് കവേർഡ് ബൈ എ ക്യാരക്ടറിസ്റ്റിക് മെംബ്രെയിൻ കോൾഡ് ടോണോപ്ലാസ്റ്റ്. വാക്യൂളിനെ കവർ ചെയ്തുകൊണ്ട് ഒരു മെംബ്രെയിൻ സ്ട്രക്ചർ ഉണ്ട്. ആ മെംബ്രെയിൻ സ്ട്രക്ചറിനെയാണ് നമ്മൾ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് വാക്യൂളിൻ്റെ ഫംഗ്ഷൻ? ഇറ്റ് സ്റ്റോർസ് വാട്ടർ, സാൾട്ട്, എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്. അതായത് സ്റ്റോറേജ് ആണ് ഫംഗ്ഷൻ. എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്? വാട്ടർ, സാൾട്ട് ആൻഡ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്. അടുത്തത് ഗോൾജി കോംപ്ലക്സ്. ഇറ്റ് കളക്ട്സ് സെൽ സെക്രീഷൻസ് ലൈക്ക് എൻസൈംസ്, ഹോർമോൺസ്, മ്യൂക്കസ് എക്സെട്ര ഇൻ സ്മോൾ വെസിക്കിൾസ്. ഗോൾജി കോംപ്ലക്സ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ സെക്രീഷൻസ്, അതായത് എൻസൈംസ്, ഹോർമോൺസ്, മ്യൂക്കസ്, ഇതിനെയൊക്കെ സ്മോൾ വെസിക്കിൾസിൽ കളക്ട് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ് ഗോൾജി കോംപ്ലക്സ് ചെയ്യുന്നത്. സീൻ ഇൻ പ്ലെൻറ്റി ഇൻ ഗ്ലാൻഡുലാർ സെൽസ്. ഗ്ലാൻഡുലാർ സെൽസിലാണ് ഈ ഗോൾജി കോംപ്ലക്സ് കൂടുതലായിട്ടും കാണുന്നത്. ഇപ്പം ഇത്രയുമാണ് സെൽ ഓർഗനൽസും അതിൻ്റെ ഫങ്ഷൻസും. നമുക്ക് ചിലപ്പോഴെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 2 ടേംസ് ആണ് അല്ലേ, പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം. എന്താണ് പ്രോട്ടോപ്ലാസം, എന്താണ് സൈറ്റോപ്ലാസം? ഇത് രണ്ടും ഒന്നാണോ? നമുക്ക് നോക്കാം. പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്
സെല്ലിൻ്റെ സെൽ മെംബ്രെയിനുള്ളിൽ വരുന്ന എല്ലാ സബ്സ്റ്റൻസിനെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുക. പക്ഷേ സൈറ്റോപ്ലാസം എന്ന് പറയുമ്പം ന്യൂക്ലിയസ് ഒഴികെ ബാക്കി പ്രോട്ടോപ്ലാസത്തിൻ്റെ ഭാഗത്തിൻ്റെ എല്ലാത്തിനെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. സോ സൈറ്റോപ്ലാസത്തിൽ എന്തെല്ലാം വരും? സെൽ ഓർഗനൽസ് ഒക്കെ വരും അല്ലേ? സെൽ ഓർഗനൽസ് ആണ് നമ്മൾ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ സെൽ ഓർഗനൽസ് ആണ്. ഓക്കെ, all substances inside the cell membrane constitute the protoplasm. Cytoplasm is the part of the protoplasm excluding the nucleus. All factors required for life activities are present in the cytoplasm. Cell organelles are the specific parts seen in the cytoplasm to perform physiological functions. Okay, ഇപ്പോൾ ക്ലിയർ ആയല്ലോ എന്താണ് പ്രോട്ടോപ്ലാസം, എന്താണ് സൈറ്റോപ്ലാസം. Stages of development. The development of cell biology is the result of the growth in the field of research of microscopes. അങ്ങനെ തന്നെ ആവില്ലേ, അതായത് സെൽ ബയോളജീൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ട് ഉണ്ടായത് എന്തിനു ശേഷമാണ്? മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷമാണ്. അതെന്തുകൊണ്ടായിരിക്കും? മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച ശേഷമാണ് നമ്മൾ സെല്ലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയത് അല്ലേ? സെല്ലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാവും, അതായത് സെല്ലിനകത്ത് എന്തെല്ലാം ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുക, എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ ഫങ്ഷൻ, അതിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റിയത് മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ്. എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് മാഗ്നിഫൈസ് ആൻ ഒബ്ജക്റ്റ് ഓൺലി 2000 times its size. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് ഒരു ഒബ്ജക്റ്റിനെ എത്രത്തോളമാണ് മാഗ്നിഫൈ ചെയ്യാൻ പറ്റുന്നത്? അതിൻ്റെ ഒറിജിനൽ സൈസിനേക്കാൾ 2000 times മോർ ആണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് മാഗ്നിഫൈ ചെയ്യാൻ പറ്റുക. നമ്മളിപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? അടുത്തതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. നിങ്ങൾക്കിതിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ പിക്ചർ കണ്ടില്ലേ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനേക്കാൾ കുറച്ചുകൂടി സൈസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ സിസ്റ്റത്തിൽ നോക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂട്ടിലൈസ് ഇലക്ട്രോൺസ് ഇൻസ്റ്റെഡ് ഓഫ് എ ലൈറ്റ് സോഴ്സ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലും അതുപോലെ സിമ്പിൾ മൈക്രോസ്കോപ്പിലൊക്കെ നമ്മൾ ലൈറ്റാണ് സോഴ്സായിട്ട് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പേര് പോലെ തന്നെ ഇലക്ട്രോൺസ് ആണ് ലൈറ്റിന് പകരം യൂസ് ചെയ്യുന്നത്. വിത്ത് ദ എമർജൻസ് ഓഫ് ദ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വിച്ച് മാഗ്നിഫൈസ് ഒബ്ജക്റ്റ് million times clearly we got a thorough understanding of microscopic cell organelles. അതായത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് 2000 times ഒക്കെയാണ് അതിന് മാഗ്നിഫൈ ചെയ്യാൻ പറ്റുക. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് million times വരെ അതിൻ്റെ അക്യുറേറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നമുക്ക് ഒരു ക്ലിയർ സ്ട്രക്ചർ കിട്ടും. ഏത് ഒബ്ജക്റ്റാണ് വെച്ചത് അതിൻ്റെ ഒരു ക്ലിയർ സ്ട്രക്ചർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വഴി കിട്ടുന്നുണ്ട്. ഒരു സെല്ലിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ ന്യൂക്ലിയസ് ആണ്. ഇനി നമുക്ക് ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതായത് അതിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ടെന്നൊക്കെ നോക്കാം. ന്യൂക്ലിയസിൻ്റെ പിക്ചർ കണ്ടില്ലേ? ഇതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. ഇറ്റ് ഈസ് എ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്തുകൊണ്ട് ഒരു ഡബിൾ മെംബ്രെയിൻ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ന്യൂക്ലിയോപ്ലാസം. It is the fluid part of the nucleus. Nucleolus and chromatin reticulum are seen here. അതായത് ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന ഫ്ലൂയിഡ് പാർട്ടിനെയാണ് നമ്മൾ ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയോപ്ലാസത്തിലാണ് ന്യൂക്ലിയോലസും അതുപോലെ ക്രൊമാറ്റിൻ റെറ്റിക്കുലും ഒക്കെ കാണപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ് ന്യൂക്ലിയോലസ്. They are spherical bodies that play a major role in the synthesis of ribosomes. ഇനി ഈ ന്യൂക്ലിയോപ്ലാസത്തിൽ കാണുന്ന സ്ഫെറിക്കൽ ബോഡീസിനെയാണ് നമ്മൾ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോലസിൻ്റെ റോൾ എന്താണ്? സിന്തസിസ് ഓഫ് റൈബോസോം. റൈബോസോമിൻ്റെ നിർമ്മാണമാണ് ഈ ന്യൂക്ലിയോലസിൻ്റെ ഫങ്ഷൻ. അടുത്തത് ന്യൂക്ലിയർ പോർ. ന്യൂക്ലിയർ പോർ ആർ പോർസ് ഇൻ ദ ന്യൂക്ലിയർ മെംബ്രെയിൻ. ദേ ഹെൽപ്പ് ഇൻ ദ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ടു ആൻഡ് ഫ്രം ദ ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയർ മെംബ്രെയിൻ നമ്മൾ പറഞ്ഞു അല്ലേ? ഈ ന്യൂക്ലിയർ മെംബ്രെയിനിൽ കാണുന്ന ചെറിയ പോർസിനെയാണ് നമ്മൾ ന്യൂക്ലിയർ പോർസ് എന്ന് പറയുന്നത്. അതായത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കും മെറ്റീരിയൽസിൻ്റെ കണ്ടക്ഷൻ നടക്കുന്നത് ഈ ന്യൂക്ലിയർ പോർ വഴിയാണ്. ലാസ്റ്റ് വൺ ഈസ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം. ദേ ആർ സീൻ ആസ് എ നെറ്റ്വർക്ക് ഇൻ ദ ന്യൂക്ലിയോപ്ലാസം. ദേ ക്യാരി ജീൻസ്. ക്രൊമാറ്റിൻ റെറ്റിക്കുലം കാണുന്നത് എവിടെയാണ്? ന്യൂക്ലിയോപ്ലാസത്തിലാണ്. നെറ്റ്വർക്ക് പോലെ കാണുന്ന ത്രെഡിൻ്റെ ഒരു നെറ്റ്വർക്ക് പോലെ കാണുന്ന ഒരു ഭാഗമാണ് അല്ലേ? നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാനായിട്ട് പറ്റും. ഈ ഭാഗത്തെയാണ് നമ്മൾ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത്. ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിലാണ് എന്തുള്ളത്? ജീൻസ് ഉള്ളത്. ഓക്കെ, ഹെറിഡിറ്ററി മെറ്റീരിയൽസ് ആയിട്ടുള്ള ജീൻസ് കാണുന്നത് ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിലാണ്.
പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. എന്താണ് പ്രോകാരിയോട്സ്, എന്താണ് യൂകാരിയോട്സ്? പ്രോകാരിയോട്സ്. In the cells of bacteria, cyanobacteria and mycoplasma, no nucleus is seen. These organisms are called prokaryotes. അതായത് ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ ഇതുപോലെയുള്ള മൈക്രോ ഓർഗാനിസംസിൻ്റെ സെൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ന്യൂക്ലിയസ് കാണാനായിട്ട് പറ്റൂല. ഇത്തരത്തിൽ ന്യൂക്ലിയസ് കാണപ്പെടാത്ത സെൽസോട് കൂടിയ ഓർഗാനിസംസിനെയാണ് നമ്മൾ പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. സോ യൂകാരിയോട്സ് എന്തായിരിക്കും? യൂകാരിയോട്സിൻ്റെ സെൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ക്ലിയർ ആയിട്ട് നമുക്ക് ന്യൂക്ലിയസ് കാണാനായിട്ട് പറ്റും. ന്യൂക്ലിയസ് ഉണ്ടാവും, ആ ന്യൂക്ലിയർ മെംബ്രെയിൻ കാണാനായിട്ട് പറ്റും, അതുപോലെ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനൽസും കാണാൻ പറ്റും. ഓക്കെ, സോ യൂകാരിയോട്സ്, എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് കവേർഡ് ബൈ മെംബ്രെയിൻ ഈസ് സീൻ ഇൻ ദ സെൽസ് ഓഫ് അമീബ, ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ദീസ് ഓർഗാനിസംസ് ആർ കോൾഡ് യൂകാരിയോട്സ്. അപ്പോൾ യൂകാരിയോട്സിനുള്ള എക്സാമ്പിൾ എന്തൊക്കെയാണ്? ആനിമൽസ്, പ്ലാന്റ്സ്, അമീബ, എക്സെട്ര. സോ പ്രോകാരിയോട്സിൽ സെല്ലിൽ ന്യൂക്ലിയസ് കാണില്ല, യൂകാരിയോട്സിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ന്യൂക്ലിയസും അതുപോലെ തന്നെ മറ്റ് ഓർഗനൽസും കാണാനായിട്ട് പറ്റും. ഇതാണ് പ്രോകാരിയോട്സും യൂകാരിയോട്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ഫ്ലവേഴ്സും ഡിഫറെൻറ്റ് കളറാണ് അല്ലേ, ഓരോ ഫ്രൂട്ടും ഡിഫറെൻറ്റ് കളറാണ്, അതുപോലെ തന്നെ ഓരോ ഫ്രൂട്ടിനും ഡിഫറെൻറ്റ് ടേസ്റ്റാണ് അല്ലേ. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. Plastids are the cell organelles that are exclusively found in plant cells. They are of three kinds, namely chromoplast, chloroplast and leucoplast. Plastids എന്ന് പറയുന്നത് പ്ലാന്റ് സെൽസിൽ മാത്രമായിട്ട് കാണുന്ന ഒരു സെൽ ഓർഗനലാണ്. 3 ടൈപ്പ് പ്ലാസ്റ്റിഡ്സ് ആണുള്ളത്: chromoplast, chloroplast and leucoplast. You know that photosynthesis is performed by chloroplast. ഈ 3 ടൈപ്പ് പ്ലാസ്റ്റിഡ്സിൽ ഫോട്ടോസിന്തസിസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ക്ലോറോപ്ലാസ്റ്റ് ആണ്. ക്രോമോപ്ലാസ്റ്റ് ഇംപാർട്ട് കളർ ടു ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ക്രോമോപ്ലാസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനും ഒക്കെ കളർ കൊടുക്കുക എന്നുള്ളതാണ്. സോ ക്രോമോപ്ലാസ്റ്റിനകത്ത് ഒരുപാട് പിഗ്മെന്റ്സ് കാണുന്നുണ്ട്. പിഗ്മെന്റ്സിന് എക്സാമ്പിളാണ് സാൻഡോഫിൽ. യെല്ലോ കളർ പിഗ്മെന്റ് ആണ് സാൻഡോഫിൽ. യെല്ലോവിഷ് ഓറഞ്ച് കളർ പിഗ്മെന്റ് ആണ് കാരോട്ടീൻ. ആന്തോസയനിൻ എന്ന് പറയുന്നത് റെഡ് ഓർ പർപ്പിൾ പിഗ്മെന്റ് ആണ്. ഓക്കെ, ഇത്രയും പിഗ്മെന്റ്സ് ക്രോമോപ്ലാസ്റ്റിൽ കാണുന്നുണ്ട്. ഈ പിഗ്മെന്റ്സ് കാരണമാണ് ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ അത്രയും ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. വേരിയസ് റേഞ്ചസ് ഓഫ് ദീസ് പിഗ്മെന്റ്സ് ഇംപാർട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. Leucoplasts are plastids having no specific color. Leucoplasts are seen in plenty in the cells where food materials are stored. Okay, ഇതിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ക്രോമോപ്ലാസ്റ്റ് ഫ്ലവേഴ്സിനും ഫ്രൂട്ട്സിനും ഒക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കുന്നു. ഇനി ഒരാളും കൂടെ ഉണ്ടല്ലോ, ല്യൂക്കോപ്ലാസ്റ്റ്. ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് കളർലെസ് ആണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഈ ല്യൂക്കോപ്ലാസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത്? സ്റ്റോറേജ് ആണ്. സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ല്യൂക്കോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ. ആസ് ഫ്രൂട്ട്സ് ripen, chloroplast change to chromoplast. Starch is converted to sugar. This is the secret behind the change in color and taste of fruit. അതായത് ഫ്രൂട്ട്സ് ഇങ്ങനെ പഴുക്കാനായിട്ട് തുടങ്ങുമ്പം ക്രോമോപ്ലാസ്റ്റ് ആയിട്ട് മാറും. അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോസിന്തസിന് ശേഷം ഗ്ലൂക്കോസ് സ്റ്റാർച്ച് ആയിട്ട് മാറ്റിയിട്ടില്ലേ, ഈ സ്റ്റാർച്ച് ഷുഗർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എങ്ങനെയാണ് കളർ മാറുന്നത്? ഫ്ലവേഴ്സിൻ്റെ ഫ്രൂട്ട്സിൻ്റെ കളറ്, ഫ്രൂട്ട്സ് റൈപ്പൻ ചെയ്യുമ്പോൾ കളർ മാറും അല്ലേ. ആ കളർ മാറുന്നതിനും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുന്നതിനും കാരണം ഈ പ്ലാസ്റ്റിഡ്സ് ആണ്. ഓക്കെ, ബയോമെംബ്രെയിൻസ്. ദ മെംബ്രെയിൻ കവറിംഗ് ഓഫ് ദ സെൽ സെപ്പറേറ്റ് ദ സെൽ ഫ്രം ദ അഡ്ജസൻറ്റ് സെൽസ്. അതായത് നമ്മൾ നേരത്തെ പ്ലാന്റ് സെല്ലിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ ഒരു സെൽ മെംബ്രെയിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ സെൽ മെംബ്രെയിനാണ് ഒരു സെല്ലിനെ അഡ്ജസൻറ്റ് സെല്ലിന് സെപ്പറേറ്റ് ആയിട്ട് നിർത്തുന്നത്. നോട്ട് ഓൺലി ദ സെൽ but the nucleus and many of the cell organelles also have membranous covering. അതായത് സെല്ലിന് ചുറ്റും മാത്രമല്ല സെൽ മെംബ്രെയിൻ ഉള്ളത്, സെല്ലിനകത്തുള്ള ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. അതുപോലെ തന്നെ ന്യൂക്ലിയസിനെ കവർ ചെയ്തുകൊണ്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. അതുപോലെ ഓരോ ഓർഗനൽസിനും, ഇപ്പോൾ മൈറ്റോകോൺട്രിയക്കായാലും ക്ലോറോപ്ലാസ്റ്റിനായാലും ഇതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് ഈ മെംബ്രെയിൻസ് കാണപ്പെടുന്നുണ്ട്. These biomembranes regulate the exchange of materials between cells and between cell organelles and cytoplasm. എന്താണ് ഈ ബയോമെംബ്രെയിൻസിൻ്റെ ഫങ്ഷൻ? എക്സ്ചേഞ്ച് ആണ്. അതായത്
മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ട് ഇൻ ബിറ്റ്വീൻ സെൽസിനിടയ്ക്കും അതുപോലെ തന്നെ ഓർഗനൽസിൻ്റെയും സൈറ്റോപ്ലാസത്തിൻ്റെയും ഇടയ്ക്കും മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഈ സെൽ മെംബ്രെയിൻ ഹെൽപ്പ് ചെയ്യുന്നത്. These membranes are called selectively permeable membranes as they allow only the essential materials to pass. അതായത് ഈ ബയോമെംബ്രെയിൻസ് എന്ന് പറയുന്നത് സെലക്റ്റീവ് ആണ്. എല്ലാ മെറ്റീരിയൽസിനെയും അങ്ങോട്ട് കടത്തി വിടുകയൊന്നുമില്ല. സെലക്റ്റീവായിട്ട് ആവശ്യമുള്ള എസെൻഷ്യൽ മെറ്റീരിയൽസിന് മാത്രമേ ഉള്ളൂ സെല്ലിൽ നിന്ന് സെല്ലിലേക്കും അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ നിന്ന് ഓർഗനൽസിലേക്കോ ഓർഗനൽസിൽ നിന്ന് തിരിച്ചും കടത്തി വിടുകയുള്ളൂ. സോ ദീസ് സെൽ മെംബ്രെയിൻസ് ആർ സെലക്റ്റീവ്ലി പെർമിയബിൾ. നമ്മൾ കുറച്ച് മുമ്പ് പ്ലാന്റ് സെല്ലിൻ്റെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ആനിമൽ സെല്ലിൻ്റെ സ്ട്രക്ചറാണ്. നമുക്കിതിൽ എന്തൊക്കെയാണ് കാണാനായിട്ട് പറ്റുക? സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോം, സെൻട്രോസോം, റൈബോസോം ആൻഡ് മൈറ്റോകോൺഡ്രിയ അല്ലേ? നമ്മളിപ്പോൾ പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും പഠിച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചർ നമുക്കറിയാം. ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത് പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും കോമൺ ആയിട്ട് കാണുന്ന ചില ഓർഗനൽസിൻ്റെ പേരും അതുപോലെ ആനിമൽ സെല്ലിൽ മാത്രമായിട്ട് കാണുന്ന ഓർഗനൽസ് ഏതൊക്കെയാണ്, പ്ലാന്റ് സെല്ലിൽ മാത്രമായിട്ട് കാണുന്ന ഓർഗനൽസ് ഏതൊക്കെയാണെന്നാണ്. ഓക്കെ, ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും കോമൺ ആയിട്ട് കാണുന്ന ഓർഗനൽസ് ഏതൊക്കെയാണ്? ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിൻ, റൈബോസോം, മൈറ്റോകോൺഡ്രിയ, ഗോൾജി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, ഇത് പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും രണ്ടിലും കാണപ്പെടുന്ന ഓർഗനൽസ് ആണ്. ഇനി ആനിമൽ സെല്ലിൽ മാത്രമായിട്ട് കാണുന്ന ഓർഗനൽ ഏതൊക്കെയാണ്? സെൻട്രോസോം ആൻഡ് ലൈസോസോം. ഇത് പ്ലാന്റ് സെല്ലിൽ കാണുന്നില്ല. പ്ലാന്റ് സെല്ലിൽ മാത്രമായിട്ട് കാണുന്ന ഓർഗനൽസ് ഏതൊക്കെയാണ്? സെൽ വാൾ ഉണ്ട്. സെൽ വാൾ നമുക്ക് ആനിമൽ സെല്ലിൽ കണ്ടിട്ടില്ല അല്ലേ? സെൽ മെംബ്രെയിൻ ആണ് ആനിമൽ സെല്ലിലുള്ളത്, സെൽ വാൾ ഇല്ല. വാക്യൂള് ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്, ഇത് മൂന്നും പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.